നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 2023 അതുപോലെ തന്നെ 2024 കാലയളവുകളിൽ നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യേണ്ട ഏതൊക്കെ എക്സാംസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ഓരോ ഫേസിലും ഏതൊക്കെ എക്സാംസ് ആണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നോളജ് ഫാക്ടറി എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് ഡിഗ്രി ലെവലിൽ ഏതൊക്കെ എക്സാംസ് ആണ് 2023-24 കാലയളവിൽ വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ ഡിഗ്രിയിലെ പ്രിലിമിനറി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞു, സെക്കൻഡ് ഫേസ് 19-ാം തീയതി വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വരാനായിട്ട് പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് 2023 തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവസാനം തന്നെ 2023 അവസാനത്തിലായിരിക്കും. പക്ഷേ ഇതിനകത്ത് വരാനായിട്ട് പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള എക്സാമാണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയിലേക്കുള്ള എക്സാം വരുന്നുണ്ട്. മൂന്നാമത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിലേക്കുള്ള എക്സാം വരുന്നുണ്ട്. നാലാമത് നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറിയിലേക്കുള്ള എക്സാം വരുന്നുണ്ട്. അഞ്ചാമത് നമ്മുടെ കേരള ബാങ്കിലേക്ക് വേക്കൻസികൾ വന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള എക്സാംസ് എന്ത് ചെയ്യും, ഈ ഒരു ഡിഗ്രി ലെവലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സാംസിന് ഒറ്റ എക്സാം ആയിട്ടല്ല, അത് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് PSC വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒറ്റ ഫേസ് എക്സാം അല്ല വരുന്നത്, 2 ഫേസ് എക്സാമാണ് ഉണ്ടാവുക. ഫസ്റ്റ് എന്താണ്, ഒരു പ്രിലിമിനറി പരീക്ഷയും ഒരു പ്രിലിംസ് പരീക്ഷയും, രണ്ടാമത് മെയിൻസ് പരീക്ഷയാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈ വർഷം തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിലേക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെതും സബ് ഇൻസ്പെക്ടറിൻ്റെതായിട്ടുള്ള മെയിൻസ് എക്സാം ഒക്കെ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു 2 വർഷം കൊണ്ട് തന്നെ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന കാര്യം. അതിനെക്കുറിച്ച് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഡിഗ്രി ലെവലിലേക്ക് വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ കേരള ബാങ്കിലേക്കുള്ള വേക്കൻസികളുമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത് +2 ലെവലിൽ ഏതൊക്കെ എക്സാംസ് ആണ് വരാനായിട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്തിന് എപ്പോഴായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഉത്തരം വേറെ ഒന്നുമില്ല, 2023 അവസാനത്തോടുകൂടി തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന +2 ലെവൽ എക്സാമിനേഷൻസിന് ഏതൊക്കെ തസ്തികകളാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഉണ്ടാവും, രണ്ടാമത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് നമ്മുടെ ഫയർമാനിലേക്കുള്ള വേക്കൻസികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു +2 ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ എന്ന് പറയുന്ന ഈ ഒരു ഫേസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മികവെന്ന് പറയുന്നത് തന്നെ ഏറ്റവും പെട്ടെന്ന് ലിസ്റ്റ് വരും, പെട്ടെന്ന് ജോലിയിൽ കയറാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. യൂണിഫോംഡ് തസ്തികകൾ തന്നെയാണ് ഈ +2 ലെവലിനകത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക്, ഒരുപാട് പുരുഷന്മാരും ഒരുപാട് പെൺകുട്ടികളും പയ്യന്മാരും ഒക്കെ നോക്കിയിരിക്കുന്ന പോസ്റ്റ് തന്നെയാണ് ഈ ഒരു +2 ലെവൽ. അപ്പോൾ അടുത്ത ഈ ഒരു +2 ലെവൽ പ്രിലിംസിലേക്ക് ഉണ്ടാവാനായിട്ട് പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഉണ്ടാവും, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഉണ്ടാവും, അതുപോലെ തന്നെ ഫയർമാൻ്റെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 3 ഫേസ് അല്ലെങ്കിൽ 3 സ്റ്റേജസ് ആയിട്ടായിരിക്കും എക്സാം നടക്കുക. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി ഫേസ് ഉണ്ടാവും, സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും, 3 എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എക്സാമും ഉണ്ടാവും കേട്ടോ. അപ്പോൾ +2 ലെവലിന് 3 തസ്തികകളിൽ അല്ലെങ്കിൽ 3 സ്റ്റേജസിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, +2 ലെവൽ എക്സാം എഴുതിയെടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ഒരു പ്രിലിംസ് ഉണ്ടാവും, പ്രിലിംസിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ മെയിൻസിലേക്ക് എടുക്കും, മെയിൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ എന്ത് ചെയ്യും, ഒരു ഫിസിക്കലും കൂടി ഉണ്ടാവും. ഫിസിക്കലിന് ശേഷമേ എന്ത് ചെയ്യത്തുള്ളൂ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ +2 ലെവലിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ +2 ലെവലിൻ്റെ എക്സാംസും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് നമ്മുടെ 10th ലെവലിൻ്റെ കാര്യമാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ LDCയുടെയും അതുപോലെ തന്നെ LGSൻ്റെയൊക്കെ ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷനും അഡ്വൈസൊക്കെ പോയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിലവിൽ ഇനി വരാനായിട്ട് പോകുന്ന 10th ലെവലിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ LDCയുടെ എക്സാമാണ്, 2 നമ്മുടെ LGSൻ്റേതാണ്, മൂന്നാമത് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസ് അറ്റൻഡൻറ്റിലേക്കുള്ള എക്സാംസും വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും LDC ഉണ്ടാവും, LGS ഉണ്ടാവും, ടൈപ്പിസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫീസ് അറ്റൻഡൻറ്റും തസ്തികയിലേക്കുള്ള അല്ലെങ്കിൽ അതിലേക്കും നമുക്ക് എക്സാം എഴുതാനായിട്ട് കഴിയുന്നതാണ്. അതിൽ LDCയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, LDC നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ LDC നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ LGS എന്ന് പറയുന്നത് 7th ക്വാളിഫിക്കേഷനാണ് കേട്ടോ, അല്ലെങ്കിൽ 7ാം ക്ലാസ് ക്വാളിഫിക്കേഷനാണ് LGSന് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും LGSലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ LGSലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട്, പക്ഷേ നിങ്ങൾ ഡിഗ്രി നിങ്ങൾ PSCയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും LGSലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് പരീക്ഷകളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇതിനും 2 ഫേസ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് ഒരു പ്രിലിംസ് എക്സാം ആയിരിക്കും, രണ്ടെന്ന് പറയുന്നത് ഒരു മെയിൻസ് എക്സാമും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 10th ലെവലിലേക്ക് ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത ഒരുപാട് പേർക്ക് സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കേട്ടറ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ BEd ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ടീച്ചേഴ്സ് എക്സാം നടക്കാൻ പോകുന്നത്, ഒരുപാട് എക്സാംസ് നടക്കാൻ പോകുന്നുണ്ട്. LP UP സ്കൂൾ അസിസ്റ്റൻറ്റിലേക്ക് അതിലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BEd വേണം, കേട്ടറ്റ് ഉണ്ടാവണം. BEഡും കേട്ടറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, LP UP സ്കൂൾ അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കുള്ള എക്സാം എന്ത് ചെയ്യും, 2023 തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, എഞ്ചിനീയറിംഗിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതുപോലെ തന്നെ പോളിടെക്നിക്കിലേക്കുള്ള ലെക്ചർ പോസ്റ്റുകൾ, ഇതിൻ്റെ എല്ലാം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2023-24 കാലയളവിൽ ഇതിൻ്റെ പ്രിലിംസ് എക്സാമും തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അടുത്തിന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടെക്നിക്കൽ എക്സാംസ് ആണ്. ഒരുപാട് ടെക്നിക്കൽ എക്സാംസ് വരുന്നുണ്ട്. ഡ്രൈവർ തസ്തികകളിലേക്ക് ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. ഡ്രൈവർ തസ്തികയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസിലേക്കുള്ളത്, ഫയർമാൻ, അതുപോലെ ബാക്കി ഒരുപാട് ഡിവിഷൻസിലേക്കുള്ള ഡ്രൈവർ എക്സാംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ KSIBയിലേക്കുള്ള സബ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ പോലുള്ള തസ്തികകളിലേക്കും വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് ഇത്രയും എക്സാംസ് കൂടി നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് എഴുതാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സാംസ് 2023-24 കാലയളവിലെ എക്സാംസുമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് PSCയിലേക്ക് വന്നവർ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ PSCയുടെ നിലവിലത്തെ എക്സാംസിന് സ്റ്റേജുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ അറിയണം. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് എക്സാം ആണ് കേട്ടോ. ഒരു പ്രിലിംസ് എക്സാം കാണും. രണ്ടാമത് എന്തുണ്ടാവും, ഒരു മെയിൻസ് എക്സാമും ഉണ്ടാവും. ഓക്കെ, ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവും, ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും. ഈ പ്രിലിംസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഉണ്ട്. ഈ ഒരു 10th ലെവൽ ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മുടെ +2 ലെവൽ ആയിക്കോട്ടെ, അതിപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഈ മൂന്നിനും എന്തുണ്ട്, പ്രിലിംസ് എക്സാം ഉണ്ട്. അതിനുശേഷം ഒരു നിശ്ചിത കട്ട് ഓഫിന് ശേഷം സെലക്ട് ചെയ്യുന്നവരെയാണ് ഈ ഒരു മെയിൻസ് എക്സാമിലേക്ക് സെലക്ട് ചെയ്യുക. ഈ മെയിൻസ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും +2 ലെവലൊക്കെ ആണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറിനൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു സിലബസ് ഉണ്ട്. കാര്യം ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കണം, കൂടാതെ പോലീസിൻ്റെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും പഠിക്കേണ്ടി വരും. നമ്മുടെ IPC സെക്ഷനും CRPCയും അതുപോലെ നമ്മുടെ അബ്കാരി ആക്ട് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഫയർമാൻ ആണെങ്കിൽ അതിനും പ്രത്യേക കാര്യങ്ങൾ പഠിക്കണം, എക്സൈസ് ആണെങ്കിൽ അതിനും പ്രത്യേക കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. പക്ഷേ പ്രിലിംസ് എല്ലാവർക്കും ഒരേ സിലബസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പ്രിലിംസ് മെയിൻസിൻ്റെ കാര്യം ഏകദേശം ഇപ്പോൾ മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാ പരീക്ഷകൾക്കും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയൊരു പരിപാടിയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ എഴുത്ത് പരീക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഉത്തരം എഴുതേണ്ടി വരും. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. എക്സാം വരുമെന്ന് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് എക്സാം മാറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് ഉടനെ തന്നെ അടുത്ത പ്രിലിംസിലും മെയിൻസിലൊന്നും എന്തായാലും ഉണ്ടാവത്തില്ല. ഇനി ഒരു 2 വർഷമെങ്കിലും കഴിഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ 2 സ്റ്റേജ് എക്സാമെങ്കിലും കഴിഞ്ഞാലേ ഈ ഒരു കാര്യത്തിലേക്ക് വരത്തുള്ളൂ. പക്ഷേ ആ കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ വരാനുള്ള സാധ്യതകൾ ഇനിയുണ്ട്. എന്തായാലും ഉടനെ അടുത്ത എക്സാംസിനൊന്നും ഉണ്ടാവത്തില്ല. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് PSCയുടെ നിലവിലത്തെ സ്റ്റേജുകൾ എന്ന് പറയുന്നത്. ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവും, ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിനും അതുപോലെ തന്നെ പോലീസ് യൂണിഫോംഡ് ഫോഴ്സുകൾക്കാണെങ്കിൽ അതിനകത്തൊരു ഫിസിക്കൽ ടെസ്റ്റുകളും കൂടി ഉണ്ടാകും കേട്ടോ. ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 2023-24 എക്സാംസിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും ഇൻഫോർമേഷനും ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിലേക്ക് ഇൻസ്റ്റാഗ്രാം ID ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. കുറച്ച് സമയത്ത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.